എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ് അവസാനം Z ആണ്, ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അങ്ങനെയും കയറാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്രതലവനായിട്ടുള്ള സംവിധാനമാണെന്ത്? ജനാധിപത്യം, സോഷ്യലിസം, റിപ്പബ്ലിക്, കമ്മ്യൂണിസം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ C ആണ്, റിപ്പബ്ലിക് ആണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്രതലവനായുള്ള സംവിധാനമാണെന്ത്? റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്രതലവനായുള്ള സംവിധാനമാണെന്ത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്രതലവനായുള്ള സംവിധാനം ഏതാണ്? റിപ്പബ്ലിക്കാണ്. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രതലവനായുള്ള സംവിധാനം ഏതാണ്? റിപ്പബ്ലിക്കാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണം അറിയപ്പെടുന്നത് എന്താണ്? നിയമം, ഭരണഘടന, അവകാശം, മൗലികാവകാശം. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണെന്ത്? ഭരണഘടന. ഉത്തരം ഓപ്ഷൻ B ആണ്, ഭരണഘടന. അപ്പോൾ എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണെന്ത്? ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണം, അതാണെന്ത്? ഭരണഘടന എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടന രൂപീകരണത്തിനായി എടുത്ത സമയം എത്രയാണ്? ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത സമയം എത്രയാണ്? 2 വർഷം 10 മാസം 16 ദിവസം, 2 വർഷം 11 മാസം 19 ദിവസം, 2 വർഷം 11 മാസം 17 ദിവസം, 2 വർഷം 10 മാസം 15 ദിവസം. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന രൂപീകരണത്തിനായി എടുത്ത സമയം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ C ആണ്, 2 വർഷവും 11 മാസവും 17 ദിവസവും. 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസവും 17 ദിവസവും എടുത്താണ് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത്. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അത് അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കയുടെ ഭരണഘടനയാണ് ലോകത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടന. എന്നാൽ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാം, അത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാനാണ്. 395 അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ 300 ആർട്ടിക്കിൾസ്. അപ്പോൾ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 11 പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾസ്, ആമുഖം, 22 ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്സ്. അപ്പോൾ ഇതിലേതാണ് തെറ്റ്? ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്, അല്ലെങ്കിൽ തെറ്റായത് തിരഞ്ഞെടുക്കാനാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്താണെന്നാണ്? 395 അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഉണ്ട്. അതെന്താണ്? ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 395 ആർട്ടിക്കിൾസ് ഉണ്ട്. 11 പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂള്, അതെന്താണ്? അത് തെറ്റാണ്. 11 അല്ല, 12 പട്ടികകളാണെന്ത് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. 12 പട്ടികകൾ അല്ലെങ്കിൽ 12 ഷെഡ്യൂൾസാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. പിന്നെ ആമുഖം, അത് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട്. 22 ഭാഗങ്ങൾ, 22 പാർട്സ്, അതെന്താണ്? അത് ശരിയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താണ്? 395 ആർട്ടിക്കിൾ, 12 ഷെഡ്യൂൾസ്, ഒരു ആമുഖം, അതുപോലെ 22 പാർട്സ്. ഇതാണെന്ത് ഇന്ത്യയുടെ ഭരണഘടന എന്ന്
പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാനാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തേത് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 8 ചേർന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ ഇതിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. എന്താണ് അതിൽ തെറ്റ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 8 ചേർന്നു എന്നുള്ള പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഡിസംബർ 8 എന്നാണ് ആദ്യ സമ്മേളനം ചേർന്നത്? ഡിസംബർ 9. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ചേർന്നത് എന്നാണ്? 1946 ഡിസംബർ 9. ഡിസംബർ 8 1946 ഡിസംബർ 9 എന്ത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ചേർന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു അതിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. പിന്നീട് സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. പിന്നെ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായിക്കൊണ്ട് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും നിയമനിർമ്മാണ സഭയും രണ്ടും വേറെ വേറെയാണ്. അപ്പോൾ രണ്ടിൻ്റെയും അധ്യക്ഷന്മാർ വ്യത്യാസമുണ്ട്. അപ്പോൾ അതങ്ങനെ അതുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കറിനെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്ന് പറയാനുള്ള കാരണം അദ്ദേഹമായിരുന്നു ഈ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ചേർന്നത്. ഡിസംബർ 8 ഡിസംബർ 9. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ 1948 നവംബർ 24 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അതെന്താണ്? ശരിയാണ്. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണം. ഭരണഘടനാ നിർമ്മാണ സഭ 1948 നവംബർ 24 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഈ പ്രസ്താവന തെറ്റാണ്. എന്താണ് തെറ്റ്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി എന്നുള്ള പ്രസ്താവന ശരിയാണ്. പക്ഷേ വർഷമാണ് ഇതിൽ തെറ്റ്. വർഷവും ഡേറ്റുമാണ് തെറ്റ്. അപ്പോൾ എന്താണ്? 1948 1949 നവംബർ 24 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്താണ്? 1949 നവംബർ 26 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. കേരള പിറവി ആഘോഷിക്കുന്ന മാസം, അതാണ് നവംബർ. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. 26 എന്നുള്ളത് എന്താണ്? ഇന്ത്യ റിപ്പബ്ലിക് നമുക്കറിയാം ജനുവരി 26 അപ്പോൾ ആ റിപ്പബ്ലിക്കിൻ്റെ അതേ ഡേറ്റ് തന്നെയാണ്. പക്ഷേ അതെന്താണ്? മാസം കേരള പിറവി മാസമാണെന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. വർഷം 1949, അതായത് ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നതിൻ്റെ ഒരു വർഷം മുമ്പ്.
അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി 1950 ജനുവരി 26 നിലവിൽ വന്നു. ആ പ്രസ്താവന ശരിയാണ്. നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഭരണഘടനാ ദിനം എന്നാണ്, നവംബർ 26. അതിൻ്റെ കാരണം എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം 1949 നവംബർ 26. അതുകൊണ്ടാണ് നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. പിന്നെന്താണ്, ഈ ഡേറ്റിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ച ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1949 നവംബർ 26 എന്നുള്ള ഡേറ്റാണ്. കാരണം ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസമാണ് അത് 1949 നവംബർ 26 എന്നുള്ളത്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ആ ഒരു തീയതി പരാമർശിക്കുന്നത്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരേ ഒരു വർഷം എന്ന് പറയുന്നത് 1949 നവംബർ 26. നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഇതിലെ പ്രസ്താവന എന്താണ്? ബി ആണ് തെറ്റ്. അതിലെ തെറ്റെന്താണ്? 1948 നവംബർ 24 എന്നുള്ളതാണ് തെറ്റ്. പകരം കറക്റ്റ് ഡേറ്റ് എന്നാണ് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരേ ഒരു തീയതി 1948 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം ആമുഖത്തിലെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നുള്ളതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്ന വാക്കും കൂട്ടിച്ചേർത്തു. ഇതിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരേ ഒരു തീയതി 1948 നവംബർ 26. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ആ ഡേറ്റ് തെറ്റാണ്. 1948 നവംബർ 26 അല്ല, 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരേ ഒരു തീയതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്നാണ് ആകെ ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. അതെന്താണ് ഭേദഗതി ചെയ്തത്? 1976 ഭേദഗതി ചെയ്തത്. ആ ഭേദഗതി എത്രാമത്തെ ഭേദഗതിയാണ്? 42ാമത്തെ ഭേദഗതിയാണ്. 1976 42ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിലെ ആമുഖത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്താണ്? ആമുഖത്തിലുണ്ടായിരുന്ന പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം എന്ത് ചെയ്തു? പരമാധികാര സ്ഥിതി സമത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. സ്ഥിതി സമത്വം എന്ന വാക്ക് അഥവാ സോഷ്യലിസ്റ്റ് സ്ഥിതി സമത്വം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. അതുപോലെ എന്ത് ചെയ്തു? രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം എന്ത് ചെയ്തു? രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്ന് കൂട്ടിച്ചേർത്തു. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നുകൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം ഐക്യവും അഖണ്ഡതയും എന്നും, അതുപോലെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. പരമാധികാര സ്ഥിതി സമത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അപ്പോൾ ഈ 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയത്. ഒരേ ഒരു തവണ മാത്രമാണ് ആമുഖത്തിന് മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ബി ആർ അംബേദ്കർ, രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, സച്ചിദാനന്ദ സിൻഹ. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണെന്ത് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്ക്, അവകാശ സംരക്ഷണം. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏറ്റവും അവസാനത്തേതാണ് അവകാശ സംരക്ഷണം എന്നാണ്. അപ്പോൾ പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്ക് എന്നിവയൊക്കെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. പസമ ജെറി എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പരമാധികാരം, സ എന്നുള്ളത് സ്ഥിതി സമത്വം, മ എന്നുള്ളത് മതേതരത്വം, ജ എന്നുള്ളത് ജനാധിപത്യം, റി എന്നുള്ളത് റിപ്പബ്ലിക്ക്. പസമജറി ആ ഓർഡർ അങ്ങനെയാണ്. പസമജറി എന്ന് പഠിച്ചു വെച്ചാൽ മതി. ആ ഓർഡറിലാണ്. ചില സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ ഓർഡർ തെറ്റിച്ച് തന്നിട്ട് ശരിയായ ക്രമത്തിലാക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പസമജറി എന്നുള്ളതാണ് ശരിയായ ക്രമം. പസമജറി എന്ന് പറയുമ്പോൾ പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്ക്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? പസമജറിയാണ്. പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്ക്. അപ്പോൾ ആ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. പസമജറി എന്ന് കോഡാക്കി പഠിച്ചാൽ മതി. കാരണം ആ ഒരു ഓർഡറിലാണ് അത് വരുന്നത്. ഓർഡർ തെറ്റിച്ച് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്താനാണ്. അപ്പോൾ താഴെ പറയുന്നവയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്താനാണ്. ഒന്ന് നോക്കാം. പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഈ പറയുന്ന 4, 1, 2, 3, 4 എന്നിവയാണ്. ഇപ്പോൾ പുതിയ സിസ്റ്റം അനുസരിച്ച് PSC വരുന്നുണ്ട് 1 മുതൽ 4 വരെ എന്നൊക്കെ ഓപ്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ 1, 2, 3, 4 ശരി എന്നതിന് പകരം എന്ത് ചെയ്യുന്നുണ്ട്? 1 മുതൽ 4 വരെ ശരി, 2 മുതൽ 3 വരെ ശരി എന്നൊക്കെ പുതിയൊരു പരിഷ്കാരമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരംകാരെ LDCയിലെ പേപ്പറിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 1, 2, 3, 4 എന്നിവയാണ്. ഈ 4ഉം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പാർലമെൻ്ററി സമ്പ്രദായം, അതുപോലെ മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, അതുപോലെ എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇത്രയും എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പാർലമെൻ്ററി ഭരണ സമ്പ്രദായമാണ്, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ എന്നിവയുണ്ട്. അതുപോലെ എന്താണ് രാഷ്ട്രത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശക തത്വങ്ങളുണ്ട്, നിയമവാഴ്ചയുണ്ട്, സംയുക്ത വ്യവസ്ഥയുണ്ട്, എഴുതപ്പെട്ട ഭരണഘടനയാണ്, അതുപോലെ എന്താണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുമുണ്ട്. ഇത്രയും പ്രത്യേകതകളാണെന്ത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന് പറയുന്നത്. ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ ഭരണം, പാർലമെൻ്ററി സമ്പ്രദായം, തിരഞ്ഞെടുക്കപ്പെട്ട സമ്പ്രദായം, പ്രാതിനിധ്യ സമ്പ്രദായം. ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനം എന്താണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, പാർലമെൻ്ററി സമ്പ്രദായമാണ്. എന്താണ് പാർലമെൻ്ററി സമ്പ്രദായം? ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയുടെ ഭരണമാണ്. പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണെന്ത്? പാർലമെൻ്ററി സമ്പ്രദായം എന്ന് പറയുന്നത്. ഇന്ത്യ അതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് എന്ത്? പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ. കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളൊക്കെ പാർലമെൻറ്റ്, ലോക്സഭ, രാജ്യസഭ എന്നുള്ള പേരിൽ 2 സഭകളായിട്ട് എന്താണ് പ്രവർത്തിച്ചു കൊണ്ടാണ് അവർ ഭരണത്തെ നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്? പാർലമെൻ്ററി സമ്പ്രദായം എന്ന് പറയുന്നത്. ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ എന്ത് ചെയ്യും? അവർ ജനപ്രതിനിധി സഭയിലൂടെയാണ് എന്ത് ഭരണം നടത്തുന്നത്. ഈ സംവിധാനമാണെന്ത്? പാർലമെൻ്ററി സംവിധാനം എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണെന്ത്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അമേരിക്ക, ഫ്രാൻസൊക്കെ ഇപ്പോൾ ഉള്ള രാജ്യങ്ങളിലൊക്കെ എന്താണ്? പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. അവിടെ ജനങ്ങൾ എന്ത് ചെയ്യും?
ജനങ്ങൾ നേരിട്ടാണ് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം അറിയപ്പെടുന്നത് പ്രസിഡൻഷ്യൽ സംവിധാനം എന്നും, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി സഭയായി ഭരണം നടത്തുന്ന സംവിധാനം പാർലമെൻ്ററി സംവിധാനം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പ്രസിഡൻഷ്യൽ സംവിധാനവും പാർലമെൻ്ററി സംവിധാനം, പാർലമെൻ്ററി ആകുമ്പോൾ അതൊരു സഭയായി മാറും പ്രതിനിധികൾ, പ്രസിഡൻഷ്യൽ ആകുമ്പോൾ എന്ത് ചെയ്യും, ജനങ്ങൾ നേരിട്ടാണ് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്നത്. 13ാമത്തെ ചോദ്യമാണ്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും മൗലികവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ടുള്ള ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ടുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? 20A, 21A, 19A, 23A. ഉത്തരം ഓപ്ഷൻ ബി ആണ് 21A. ആർട്ടിക്കിൾ 21A പ്രകാരമാണെന്ത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്നുള്ളത് പറയുന്നത് അതൊരു മൗലികാവകാശമായി ഉൾപ്പെടുത്തിയത് ആർട്ടിക്കിൾ 21A അപ്പോൾ ആർട്ടിക്കിൾ 21A എന്താണ്? 21A ആണെന്ത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മൗലികാവകാശം ആക്കിക്കൊണ്ടിട്ടുള്ള ഭരണഘടനയുടെ അനുച്ഛേദം. ഈ ഒരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ് 2009 ഈ ബില്ല് ആദ്യമായി പാർലമെൻറ്റിൽ വരുന്നത് 2002 വരുന്നത്. പാസ്സായത് 2009 ഈ ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സായത്. നിലവിൽ ഭരണഘടനയുടെ അനുച്ഛേദം 21A ഈ ഒരു വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിലെ ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്നുള്ളത് മൗലികാവകാശമാക്കി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അപ്പോൾ ഇതിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 3ാമത്തേതാണ് സ്വത്തവകാശമാണ്. സ്വത്തവകാശം ആദ്യം മൗലികാവകാശമായിരുന്നു. നിലവിൽ സ്വത്തവകാശം എന്താണ്? മൗലികാവകാശമല്ല. നിലവിൽ അത് 300A ആണ്. മൗലികാവകാശമായിരുന്ന സ്വത്തവകാശത്തെ നിലവിൽ എവിടെയാണ്? അനുച്ഛേദം 300A, ആർട്ടിക്കിൾ 300A ആണ് നിലവിൽ സ്വത്തവകാശം കിടക്കുന്നത്. നിർദ്ദേശ തത്വമായിട്ടാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അത് നിലവിൽ മൗലികാവകാശമല്ല, മൗലികാവകാശമായിരുന്നു. അത് മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തതാണ്. അപ്പോൾ മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അതുപോലെ ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇത്രയാണ് നിലവിൽ ഇന്ത്യയിലെ പൗരന്മാർക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ. മുൻപ് സ്വത്തവകാശം ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. നിലവിൽ സ്വത്തവകാശം ഒരു മൗലികാവകാശം അല്ല. അത് 300A, ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു നിർദ്ദേശക തത്വമായിട്ടാണ് മാറിയത്. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ അറിയപ്പെടുന്നത് എന്താണ്? അപ്പോൾ സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ അറിയപ്പെടുന്നത് എന്താണ്? നിർദ്ദേശ തത്വങ്ങൾ, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ ഇവയൊന്നുമല്ല. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ ഉത്തരം. ഓപ്ഷൻ എ ആണ്, നിർദ്ദേശക തത്വങ്ങളാണ്. അപ്പോൾ എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം തത്വങ്ങൾ എന്ത് ചെയ്തു? രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയാണെന്ത്? നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇവ പറയുന്ന പേരാണ് നിർദ്ദേശക തത്വങ്ങൾ. ഈ നിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഇവ നടപ്പിലാക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കി കിട്ടാൻ നമുക്ക് കോടതിയെ സമീപിക്കാം. നേരിട്ട് സുപ്രീം കോടതിയെ, ഹൈക്കോടതിയൊക്കെ നമുക്ക് സമീപിക്കാവുന്നതാണ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരിക്കലും കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അത് ഓർത്തു വെക്കുക അനുബന്ധമായിട്ട്. താഴെ പറയുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും നിർദ്ദേശ തത്വങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെയാണ് ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്.
മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് പരിഹാരം തേടാവുന്നതാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്രീയ പുരോഗതിക്കും വേണ്ടി നിർദ്ദേശ തത്വങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്രം മുൻനിർത്തിയാണ് ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെയാണ് ഗവൺമെൻറ് നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതും ശരിയാണ്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ മാത്രമാണ് നിർദ്ദേശ തത്വങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുള്ളൂ ഗവൺമെൻറ്റിന്. മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് പരിഹാരം തേടാവുന്നതാണ്. അതും ശരിയാണ്. നമ്മുടെ മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിച്ചുകൊണ്ട് അതിന് പരിഹാരം തേടാവുന്നതാണ്. നിർദ്ദേശ തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. ആ പ്രസ്താവന തെറ്റാണ്. മുൻ ചോദ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ എന്താണ്? നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരിക്കലും കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അതാണ് നിർദ്ദേശ തത്വങ്ങളുടെ പ്രത്യേകത. നിർദ്ദേശ തത്വങ്ങൾ എങ്ങനെയാണ്? നിയമനിർമ്മാണ പ്രക്രിയയിലൂടെയാണ് ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു നിർദ്ദേശ തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, 4ാമത്തെ പ്രസ്താവനയാണ് ഇതിൽ തെറ്റ്. ഇതിൽ വന്നത് എന്താണ്? കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നാണ് വന്നത്. എന്നാൽ സമീപിക്കാൻ നമുക്ക് കഴിയില്ല. ഭക്ഷ്യസുരക്ഷാ ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം. ഭക്ഷ്യസുരക്ഷാ ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? 2010, 2012, 2013, 2014. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ്, 2013 ആണ്. 2013 ഭക്ഷ്യസുരക്ഷാ നിയമം അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്. ഭക്ഷ്യസുരക്ഷാ ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 2013. ഓപ്ഷൻ സി 2013 ഭക്ഷ്യസുരക്ഷാ ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്. എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്ത്? എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിൽ മാത്രം നിലനിർത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്ത്? സംയുക്ത വ്യവസ്ഥ, ഏകായത്ത വ്യവസ്ഥ, ഫെഡറൽ സിസ്റ്റം ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഏകായത്ത വ്യവസ്ഥ. അപ്പോൾ എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിൽ മാത്രമായിട്ട് നിലനിർത്തുകയാണെങ്കിൽ അതിനെയാണ് ഏകായത്ത വ്യവസ്ഥ, ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത്. യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. യൂണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ഏകായത്ത ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത്. സംയുക്ത ഭരണവ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്? അധികാരങ്ങൾ വീതിച്ച് നൽകുന്നതാണ് സംയുക്ത ഭരണവ്യവസ്ഥയുടെ പ്രത്യേകത. ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും അങ്ങനെ തന്നെയാണ്. ഓരോരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക അധികാരങ്ങൾ വീതിച്ച് നൽകുന്നതാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. സംയുക്ത വ്യവസ്ഥയും ഫെഡറൽ സിസ്റ്റവും ഏകദേശം സെയിം തന്നെയാണ്. എന്നാൽ എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിൽ മാത്രം നിലനിർത്തുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഏകായത്ത ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഏകായത്ത ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിൽ മാത്രമായിട്ട് നിലനിർത്തുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തവ ഏത്? അപ്പോൾ താഴെ കുറച്ച് രാജ്യങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്. അതിൽ എഴുതപ്പെട്ട ഭരണഘടന ഇല്ലാത്ത രാജ്യങ്ങളെ കണ്ടെത്താനാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത്, അതായത് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ കണ്ടെത്താനാണ്. ഇന്ത്യ, ബ്രസീൽ, അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്. അപ്പോൾ ഇതിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ബ്രിട്ടനും ഫ്രാൻസും. ബ്രിട്ടനും ഫ്രാൻസിലും എന്താണ്? എഴുതപ്പെടാത്ത ഭരണഘടനയാണ് നിലവിലുള്ളത്. അപ്പോൾ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ബ്രസീൽ, അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലൊക്കെ എന്താണ്? എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇന്ത്യ, ബ്രസീൽ, അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ. എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ബ്രിട്ടന്, ഫ്രാൻസ്. മറ്റ് 2 രാജ്യങ്ങളുണ്ട് SCRTയിൽ പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യമായിട്ട് പഠിക്കാം. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, ബ്രിട്ടനും ഫ്രാൻസുമാണ്. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ എഴുതപ്പെട്ട ഭരണഘടനയാണ് നിലവിലുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ബ്രിട്ടൻ, ഫ്രാൻസ്,
ഇസ്രായേൽ, ബ്രസീൽ, ന്യൂസിലാൻഡ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ, ബ്രസീൽ, ന്യൂസിലാൻഡ്. ഇതിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? എഴുതപ്പെടാത്ത ഭരണഘടനയുടെ രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബ്രസീലാണ്. ബ്രസീലാണ് എന്ത് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ബ്രസീലിൽ എന്താണ് എഴുതപ്പെട്ട ഭരണഘടനയാണ് ഉള്ളത്. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ എന്താണ് എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ഉള്ളത്. അപ്പോൾ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്. അത് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പഠിച്ചതാണ്. കൂടാതെ ഇസ്രായേൽ, ന്യൂസിലാൻഡ്. അപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലൊക്കെ എന്താണ് എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളാണ്. എന്നാൽ ബ്രസീൽ, ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളൊക്കെ എന്താണ് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് എന്ത് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളും എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളും എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ രാജ്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കുക. ചിലപ്പോൾ ഒറ്റയാനെ കണ്ടെത്താനോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് തരാം, അല്ലെങ്കിൽ ജോഡി ശരിയാക്കാനൊക്കെ തരാവുന്ന ഒരു ഭാഗമാണ്. കോടതികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. കോടതികളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത്. അതിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. ഇതിലെ ഓരോ പ്രസ്താവനയും പ്രീവിയസ് ആയിട്ട് ഓരോ ചോദ്യങ്ങൾ വന്ന ഭാഗമാണ്. അപ്പോൾ LGSനൊക്കെ വന്ന ചോദ്യമാണ്. അപ്പോൾ ഓരോ പ്രസ്താവനയും എന്താണ് ഓരോ ചോദ്യങ്ങളായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനായി വന്ന ഭാഗമാണ്. അപ്പോൾ കോടതികളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. അതെന്താണ് ശരിയാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഇപ്പോൾ രാജ്യത്തെ ഉയർന്ന കോടതി എന്ന് ചോദിച്ചാലും അതേതാണ് സുപ്രീം കോടതിയാണ്. രാജ്യത്തെ ഉയർന്ന കോടതി, പരമാധികാര കോടതി, ഉന്നത കോടതി എന്നൊക്കെ ചോദിച്ചാലും എന്താണ് അത് സുപ്രീം കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതികളാണ്. അതും എന്താണ് ശരിയാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഈ രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതി, രാജ്യത്തെ ഉയർന്ന കോടതി എന്ന് പറഞ്ഞാൽ അത് സുപ്രീം കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതി എന്താണ് ഹൈക്കോടതിയാണ്. നമ്മൾ പരീക്ഷൻ്റെ ടെൻഷനിൽ എന്ത് ചെയ്യും, ഈ സംസ്ഥാനവും രാജ്യം എന്നൊന്നും ശ്രദ്ധിക്കില്ല, ഉയർന്ന കോടതി എന്ന് മാത്രം ശ്രദ്ധിക്കും. ഓപ്ഷൻ എ എന്ത് ചെയ്യും സുപ്രീം കോടതി തന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ആ ട്രാപ്പിൽ വീഴും, മൈനസ് അടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രീവിയസ് വന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം അല്ലെങ്കിൽ ഉയർന്ന കോടതി എന്നൊക്കെ പറഞ്ഞാൽ സുപ്രീം കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതി എന്ന് പറഞ്ഞാൽ അത് ഹൈക്കോടതിയാണ്. സംസ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ ഹൈക്കോടതിയാണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി സബ് കോടതിയാണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി സബ് കോടതിയാണ്. ഈ പ്രസ്താവന എന്താണ് തെറ്റാണ്. സബ് കോടതിയല്ല, പിന്നെ എന്താണ് മുൻസിഫ് കോടതിയാണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി എന്ന് പറയുന്നത് മുൻസിഫ് കോടതിയാണ്, സബ് കോടതിയല്ല. ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട താഴ്ന്ന കോടതി മജിസ്ട്രേറ്റ് കോടതിയാണ്. ആ പ്രസ്താവന ശരിയാണ്. ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട് താഴ്ന്ന കോടതി എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ്. അപ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള കോടതികളാണ് മജിസ്ട്രേറ്റ് കോടതിയും മുൻസിഫ് കോടതികളും. അതിൽ മുൻസിഫ് കോടതികൾ എന്താണ് സിവിൽ കേസുകളുമായി ബന്ധപ്പെട്ട കോടതിയാണ് മുൻസിഫ് കോടതി. മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുമ്പോൾ അത് ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി. ഇതാണ് താഴെ തട്ടിലുള്ള കോടതി. അതിൻ്റെ മുകളിൽ എന്തുണ്ട് സബ് കോടതി ഉണ്ട്, താലൂക്ക് കോടതിയുണ്ട്, സബ് കോടതിയുണ്ട്, അതുപോലെ ജില്ലാ കോടതിയുണ്ട്. അതിൻ്റെ മുകളിലാണ് എന്ത് ഹൈക്കോടതി, അതിൻ്റെ മുകളിൽ സുപ്രീം കോടതി. ഇങ്ങനെയാണ് നമ്മുടെ കോടതി സിസ്റ്റം, നീതിന്യായ വ്യവസ്ഥ വരുന്നത്. അപ്പോൾ ഇതിലെ പ്രസ്താവന 3 തെറ്റ്. എന്താണ് തെറ്റ്? സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി സബ് കോടതിയല്ല, പിന്നെന്താണ് മുൻസിഫ് കോടതിയാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? മജിസ്ട്രേറ്റ് കോടതിയാണ്. അപ്പോൾ മുൻസിഫ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും മാറിയത് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഇപ്പം മുൻസിഫ് കോടതിയാണെങ്കിൽ മുൻസിഫ് കോടതി പഠിച്ചാൽ മതി. സിവിൽ കേസുകൾ മുൻസിഫ് കോടതി എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഏറ്റവും താഴ്ന്ന കോടതി എന്നും കൂടി പഠിച്ചാൽ മതി. വേറൊന്നും നമ്മൾ പഠിക്കേണ്ട. മറ്റേത് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. മറ്റേത് മജിസ്ട്രേറ്റ് കോടതി എന്താണ് ക്രിമിനൽ കേസാണ്, താഴ്ന്ന കോടതിയാണ്. ഏറ്റവും ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് താഴ്ന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായി കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? മുൻസിഫ് കോടതി എന്ന് മാത്രം പഠിച്ചാൽ മതി. സിവിൽ കേസുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതിയാണ് മുൻസിഫ് കോടതി എന്നുള്ള ഫാക്റ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മറ്റേത് നമുക്ക് ഓട്ടോമാറ്റിക്കായി കിട്ടും. അപ്പോൾ രണ്ടും പഠിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഒരെണ്ണം മാത്രം പഠിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വർഷം 2009, 2006, 2002, 2004.
ഉത്തരം ഓപ്ഷൻ സി ആണ്, 2002 ഭേദഗതി അവതരിപ്പിച്ചത് 2002. ഓപ്ഷൻ എ 2009 പ്രത്യേകത എന്താണ്? ഇത് പാസ്സാക്കിയ വർഷമാണ് 2009. അപ്പോൾ പക്ഷേ ഭേദഗതി ആദ്യമായിട്ട് അവതരിപ്പിച്ചത് 2002. അപ്പോൾ വിദ്യാഭ്യാസം മൗലികാവകാശം ആക്കാനുള്ള ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വർഷം എന്ന് പറയുന്നത് 2002. പാസ്സാക്കിയത് 7 വർഷത്തിന് ശേഷം 2009. അത് നോട്ട് ചെയ്ത് വെക്കുക. അവതരിപ്പിച്ച വർഷം 2002, പാസ്സാക്കിയത് 2009. ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A ആണെന്ത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ടുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A. സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42-ാം ഭേദഗതി, 48-ാം ഭേദഗതി, 44-ാം ഭേദഗതി, 46-ാം ഭേദഗതി. അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 44-ാം ഭേദഗതിയാണ്. 1978 44-ാം ഭേദഗതിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. താഴെ ജോഡികൾ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. എന്താണ്? ശരിയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. അതും ശരിയാണ്. ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആമുഖം എഴുതി. അതും ശരിയാണ്. സച്ചിദാനന്ദ സിൻഹ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അത് തെറ്റാണ്. സച്ചിദാനന്ദൻ സിൻഹ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണെന്ത്? ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ആരാണ്? ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്നൊക്കെ അറിയപ്പെടും. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. ജവഹർലാൽ നെഹ്റു എന്താണ്? ഭരണഘടനയുടെ ആമുഖം എഴുതി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അദ്ദേഹം അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. നമ്മൾ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് പഠിച്ചു. 1946 ഡിസംബർ 9 എന്ത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നത്. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നത്. 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. 2 വർഷവും 11 മാസവും 17 ദിവസവും കൊണ്ടാണ് എന്ത്? ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. അതോടെ ഇന്ത്യ എന്ത് ചെയ്തു? ഒരു റിപ്പബ്ലിക് രാജ്യമായി മാറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചത്. ഏകദേശം 25 ചോദ്യങ്ങളോളം നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ചോദ്യങ്ങളുമായി കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.